അല്പസമയം ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകപ്പെട്ട ഒരു ദൂത് നമ്മൾ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവെഴുത്തുകളെ ആർക്കെങ്കിലും ഒരാളിന് ശബ്ദമുയർത്തി നിർത്തി ഒന്ന് വായിച്ച് കേൾപ്പിക്കാമല്ലോ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൂത് മരണപാശങ്ങളെ അഴിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം തുടക്കം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവരെ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. വർഷങ്ങൾ കൊണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവിതത്തിൽ ചില വിഷയത്തിന് മറുപടിയില്ലാതെ കണ്ണുനീരൊഴുകി ഇന്നും കരച്ചില് മാറാതെ ദൈവസന്നിധിയിൽ നെടുമ്പാട കിടക്കുമ്പോൾ നിനക്ക് വേണ്ടിയുള്ള ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം ദൈവം കൈമാറാൻ പോകുകയാ. ഇന്നത്തെ ദൂത് മരണപാശങ്ങളെ അഴിച്ചു തരുന്ന ദൈവം. ആമേൻ. നീ നുകത്തിന്റെ കീഴിൽ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എവിടെയാണോ നിന്റെ മറുപടിയെ തടഞ്ഞത്, എവിടെയാണോ ഒരു വിടുതൽ ഇന്ന് പകൽക്കാലം ഇറങ്ങേണ്ടത്, യൂട്യൂബിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്കപ്പുറത്തിരുന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത സഹോദരി, നിന്റെ വിഷയത്തിന്റെ വിടുതൽ ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് വിടുതൽ നടക്കാൻ പോകുകയാ. ഏത് കാരാഗ്രഹത്തിനകത്ത് നിന്റെ മറുപടി കിടന്നാൽ അവിടെ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. എടാ, പൗലോസ് കാരാഗ്രഹത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ കാരാഗ്രഹം കുലുങ്ങ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ചിലത് പുറത്തു കൊണ്ടുവരുവാനാ ദൈവം പൗലോസിനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവന്നതെങ്കിൽ, വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. ആമേ. മരണകരമായ വിഷയങ്ങൾ, മരണസംബന്ധമായ ചില വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവം അടിക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവസന്നിധിയിൽ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നിന്നെ കഴിഞ്ഞ നാളിൽ കെട്ടിയിട്ടിരുന്ന ചില മണ്ഡലത്തിൽ ദൈവം ആ കെട്ടുകളെ അടിച്ച് ചിലതിന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. അവൻ നീ ഇനി കെട്ടിനകത്തല്ല, ദൈവം ആ കെട്ടിനെ പൊട്ടിക്കാൻ പോവാ. നീ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇവിടെ ആരാധിച്ചാൽ, നീ ഇവിടെ ദൈവത്തെ ആരാധിച്ചാൽ, എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ, നിന്റെ തലമുറ ആയിരിക്കുന്ന ഇടത്ത്, നിന്റെ പ്രാർത്ഥനാ വിഷയം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കാൻ പോവാ. യെസ്, വിദേശ രാജ്യത്തിൽ നിന്റെ വിഷയം കടന്നു പോവുകയാ, നിന്റെ മറുപടി ഇറങ്ങുകയാ. കരമടിച്ച് ആരൊക്കെയോ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരയുന്നവരുണ്ട്. കുടുംബജീവിതങ്ങൾ ശിഥിലമായി പോയവർ ഇതിനകത്ത് കരയുന്നുണ്ട്. നിന്റെ മറുപടിയെ ദൈവം നിന്റെ മുൻപിൽ അടയ്ക്കും. നിന്റെ മുമ്പിൽ അടക്കും. യേശുവിന്റെ നാമത്തിൽ ഭിന്നതകളിട്ട് ഭിന്നിപ്പിട്ട് ആമേ ഹല്ലേലൂയ പല ധ്രുവങ്ങളിലാക്കി വെച്ച ചില മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ പൊളിയോ. യെസ്, പ്രാർത്ഥിച്ചേ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യ്. കാരാഗ്രഹത്തിനകത്തൊരു തീ ഇറങ്ങിയെന്ന്, കാരാഗ്രഹത്തിനകത്തൊരു മറുപടി വന്നെന്ന്, ഇന്ന് പകൽ മറുപടി ഇല്ലാതിരിക്കുന്ന ചില വിഷയങ്ങൾ ആത്മാവ് തൊടുകയാണ്. എന്നും കരയുവാനാ നിന്റെ സ്ഥിതി എന്ന് പറയുന്നത് കരച്ചില. ആ കരച്ചില് മാറ് സിസ്റ്ററെ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാ, നിന്റെ കരച്ചിലിന്റെ മറുപടി വരുന്നുണ്ട്. ആമേൻ. ആ കരം ഉയർത്തുന്ന സ്തോത്രം പറ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലെ ഇന്ന് പകലിൽ ഒരു ആത്മശക്തി ഇറങ്ങുകയാ. ആമേ. ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ.
ആ റബ ചില കോട്ടകൾ പൊളിയും, ചില കോട്ടകൾ പൊളിയും, ചില കെട്ടുകൾ പൊട്ടോ. അവ ചില വൻ മതിലുകൾ നിനക്കെതിരെ ഇടിഞ്ഞു വീഴോ. ചില മതിലുകൾ നിന്റെ മുമ്പിൽ ഇടിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. വില്ലാളികളുണ്ട്, ഒത്തിരി ആളുകൾ അവനെ വിഷമിപ്പിച്ചു, നശിപ്പിക്കാൻ നോക്കി. പക്ഷെ ദൈവം പറയുന്നു മനുഷ്യനൊരു വൃക്ഷമാണെന്ന്. മനുഷ്യനൊരു വൃക്ഷമാണെങ്കിൽ ആ മനുഷ്യന് ഫലം വേണ്ടേ? ആ മനുഷ്യനിൽ കൂടി ഒരു ഫലം പുറത്തു വരാതെ വണ്ണ ഈ മതില് നീ കടക്കുകയില്ലെന്ന് പറഞ്ഞ് മതില് കെട്ടി നിന്നെ ഒതുക്കാൻ നോക്കിയെങ്കിൽ, ഒരു 4 ചുവരിനകത്ത് നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന സ്റ്റേജാണ് ഇപ്പോഴെങ്കിൽ, ദാവീദ് പറയോ, ജോസഫ് പറയും, ഇല്ലട പിശാച്, ഈ മതിൽ ഞാൻ ചാടിക്കടക്കും, ഈ മതിൽ കവിഞ്ഞ് ഞാൻ പടരോ. കരമടിച്ച് കർത്താവിന് സ്തോത്രം പറയേ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിഷമിപ്പിച്ചവർ, കഴിഞ്ഞ നാളുകൾ നിന്നെ ഒതുക്കിയിട്ടവർ, ഇന്ന് പകൽക്കാലം നിനക്കെതിരെ വിരൽ ചൂണ്ടിയവർ, നിന്നെ മോശമായ വാക്കുകൾ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചവരുടെ നടുവിൽ ചില മരണവാശത്തിന്റെ അമ്മി കയറുകളെ അടിച്ചു മാറ്റി ദൈവ ചില കുടുംബങ്ങളിൽ വിശാലത വരുത്തോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവജനം ആരാധിച്ചാൽ, നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ വിഷയം എവിടെയാ കിടക്കുന്നത്, അവിടെ വിടുതൽ നടക്കാൻ പോവാ. ഉറപ്പുണ്ടോ ഇന്ന് പകൽ? ഹല്ലേലൂയ, സ്തോത്രം. 120 പേർ എവിടെ ആരാധിച്ചു? മർക്കോസിന്റെ മാളിക മുറിയിൽ ആരാധിച്ചു. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ആരാധിച്ചപ്പോൾ ആമേ സ്തോത്രം, ഹല്ലേലൂയ, മാളിക മുറിയുടെ അന്തരീക്ഷം മാറിയെന്ന് പലരെയും പേടിച്ച് ചിലർ മർക്കോസിന്റെ മാളിക മുറിയിൽ ചെന്ന് കയറി. ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഇടത്ത് 120 പേർ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഒത്തിരി ആളുകളും ഇല്ലാതിരുന്ന കൂട്ടത്തിൽ ആകപ്പാട് 12, 4, 16 പേര് ആരാധിച്ചു കൊണ്ടിരുന്ന ഇടത്ത്, എടാ എവിടെ നിന്നടാ ഇത്തിരി ബാക്കി ആളുകൾ വന്നു കയറിയത്? വെറും 16 പേര്, 12 ശിഷ്യന്മാരും ആ കുടുംബത്തിലെ മർക്കോസും ഭാര്യ 2 പിള്ളാരും. 16 പേര് ആരാധിച്ചു കൊണ്ടിരുന്ന മാളിക മുറിക്കകത്ത് 104 പേര് എവിടെ നിന്ന് വന്നു കയറിയ? ബൈബിൾ പറയുന്നു വിവിധ ഭാഷക്കാർ, വിവിധ രാജ്യങ്ങളിലുള്ളവർ. അപ്പുറത്ത് യെരൂശലേം ദേവാലയം, അവിടെ കിടന്ന ചിലതിന് ദൈവം പൊക്കിയെടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ നീ വന്നതുപോലെ പോകത്തില്ല. ചിലതിന്റെ റേഞ്ച് മാറുകയാ. കരമടിച്ചോ ഇന്ന് പകൽ? നിന്നെ കരയിപ്പിച്ചവിടെ നടുവിൽ, നിന്നെ പരിഹസിച്ചവിടെ നടുവിൽ, നിന്നെ മാറ്റി നിർത്തിയവിടെ നടുവിൽ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ തീ തൊടുകയാ. കണ്ടാൽ സന്തോഷമതി. വീട് വിട്ട് പുറത്തിറങ്ങി ആള് ഹാപ്പി. വീട്ടിനകത്ത് നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന ചില മേഖലകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി ഇന്ന് പകൽ ദൈവം ചില കുടുംബങ്ങളിൽ അയക്കാൻ പോവുക. ഉറപ്പുള്ളവർ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത ചില മണ്ഡലങ്ങളിൽ, നീ ഇതുവരെ നിരൂപിക്കാത്ത ചില മേഖലകളിൽ ഈ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാ. ഞാൻ ഇവിടെ നിന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ നിന്റെ പ്രാർത്ഥന വിഷയം? വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ, മാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ വളരെ വിലപിച്ച് കരയുന്ന പ്രിയ സ്നേഹിത സഹോദരി, ഇന്ന് പകൽ നിന്റെ വിടുതല തന്റെ ഇടത്തോടെ പറ. എന്റെ കൈവിട്ട് പോയ ചില വിഷയത്തെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയത്തെ, ഒരു കോടതിക്കും പരിഹരിച്ചു തരുവാൻ കഴിയാത്ത വിഷയത്തെ സ്വർഗീയ കോടതി ഏറ്റെടുത്തു. സ്വർഗീയ കോടതി വിഷയം ഏറ്റെടുത്തു. ആമേൻ. പെന്തക്കോസ് അനുഭവത്തിനകത്ത് ഒത്തിരി ദൈവമക്കൾ കരയുന്നുണ്ട്. മറുപടിക്ക് വേണ്ടി, ആയുസ്സിന്റെ നിലനിൽപ്പിന് വേണ്ടി കരയുന്നുണ്ട്.
പക്ഷെ നിന്റെ മറുപടിയെ തടഞ്ഞവനുണ്ടല്ലോ ഇതിനകത്ത്. ഹല്ലേലൂയ, ഇപ്പൊ കരഞ്ഞോണ്ട് നടക്കുകയാ. നമ്മൾ കരമടിച്ച് സന്തോഷിക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ കരഞ്ഞോണ്ട് നടക്കുകയാ. കാരണം അവൻ അറിയാം ഇനി നിൽക്കാൻ പറ്റത്തില്ല. അവൻ അധികാരികളെ കുത്തിയിളക്കി നിനക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കി നിന്നെ കാരാഗ്രഹത്തിനകത്ത് അടച്ചെങ്കിൽ പൗലോസ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഒറ്റ പ്രാർത്ഥനയ്ക്ക് കഴിയുമടാ. ചുമ്മാ ദൈവം നിന്നെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോകത്തില്ല. 9 കൃപാവരപ്രാപ്തൻ, ആമേ ഹല്ലേലൂയ, സ്വന്തമായി കപ്പലുള്ളവൻ, ആമേ റോമൻ ഗവൺമെന്റിന്റെ അധികാരപത്രം കയ്യിലുള്ളവന് ദൈവം പൗലോസാക്കി മാറ്റിയെങ്കിൽ അവൻ നിന്റെ നഷ്ടപ്പെട്ട തലമുറയെ മാറ്റിയെടുക്കുവാൻ ഈ സന്ദേശത്തിന് കഴിയോ? ഇവിടത്തെ കൗൺസിലിംഗിന് കഴിയത്തില്ല, ഇവിടത്തെ ഡോക്ടർമാർക്ക് കഴിയത്തില്ല, ഇവിടത്തെ സ്പെഷ്യലിസ്റ്റ് സയൻസിന് കഴിയത്തില്ല. ഇന്ന് പകലിൽ നിന്നെയും എന്റെയും അമ്മയുടെ ഉദരത്തിൽ പിണ്ടാധാരമാക്കിയ എന്റെ ദൈവം വിളിച്ചു പറയുന്നു, അവനെ എന്റെ കരത്തിലേക്ക് എടുക്കുവാൻ സമയമായി. ഞാൻ അവനെ തൊടാൻ പോകുകയാ. അപ്പൻ തൊട്ടാൽ ഒരു സർക്കാരിന് തടയാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 2:1 വായിച്ചേ. കൂടിയിരുന്നവരുടെ ഇടയിൽ പെട്ടെന്നൊരു കാറ്റടിച്ചെന്ന്. സ്വത്രം പറ. അവരിരുന്നത് ഒരേ ആത്മാവിലാ, ഒരേ നിയോഗത്തിലാ. പെട്ടെന്നൊരു കാറ്റവിടെ ഇറങ്ങിയെന്ന്. സ്തോത്രം പറ. അന്തരീക്ഷം മാറുന്നത് പോലെ നിന്റെ പ്രയറിന്റെ മറുപടി വരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ദൈവത്തെ കരമുയർത്തി സ്തുതിക്ക്. പെട്ടെന്നൊരു ഭൂകമ്പം അവിടെ ഉണ്ടായെന്ന് ഇന്ന് പകൽ പ്രതീക്ഷിക്കാത്തയിടത്ത്, ചിന്തിക്കാത്ത ചില തലങ്ങളിൽ ദൈവം ചിലതിനെ ഉയർത്താൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ മാളിക മുറി അങ്ങ് നിറഞ്ഞു. അച്ചായൻ വേറൊരു സ്ഥലത്ത് നിന്ന് ദേശത്ത് വന്നതാ. വാടകയ്ക്ക് എടുത്തൊരു മുറിയാ. ഒരൊറ്റ വിശ്വാസ കുടുംബങ്ങൾ പോലും ഇല്ല. എൻ്റെ ഭാവനയിൽ അങ്ങ് പറയുക, മർക്കോസ് എന്നാ പുള്ളിയുടെ പേര്. ഭാര്യ 2 പിള്ളേരും ഉണ്ട്. വർഷത്തിലൊരിക്കൽ 12 ദൂതന്മാർ വരും അവിടെ, 12 ശിഷ്യന്മാർ വരും അവിടെ. അങ്ങനെ ഒരു ആരാധന വെളിപ്പെടുന്നേ. ആരാധിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം തൊട്ടപ്പുറത്ത് വലിയൊരു ദേവാലയം ഇരിപ്പുണ്ട്. മർക്കോസ് എന്നവിടെ കാല് കുത്തി ഒരു റൂം റെന്റിനെടുത്ത് അവിടെ അമ്മ കുടുംബമായി ആരാധിച്ചു തുടങ്ങിയോ അന്ന് മുതൽ പള്ളിക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അച്ഛാ, എവന്റെ പറമ്പും സ്ഥലവും യുവന്മാർക്ക് എടുക്കണം. യുവന്മാർ റേറ്റ് പറഞ്ഞു, വില പറഞ്ഞു. ഈ പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത നന്മ ആരെങ്കിലും വിട്ടുകൊടുക്കുവോ അച്ഛാ? നാബോത്തിനോട് ചോദിച്ചാൽ നാബോത്ത് അവൻ രാജാവിനും ആഹാബിനോട് പറയും, എൻ്റെ പൊന്ന് രാജാവേ, തമ്പുരാൻ എനിക്കിത് തന്നതാ, ഇത് പ്രാർത്ഥിച്ച് കിട്ടിയ ഈ നന്മ എടാ നിനക്ക് ചീരത്തോട്ടമാക്കാൻ ഞാൻ തരത്തില്ല. എൻ്റെ കഴുത്തറുത്താലോ എന്നെ വെട്ടി നുറുക്കി ഇവിടെ കഴുകനിട്ടാലോ ദൈവം തന്ന നന്മ നിനക്ക് ഞാൻ വിലക്ക് തരത്തില്ല. ആമേ, ഈ പ്രാഗൽഭ്യത്തോടെ തീരുമാനത്തോടെ ഈ സന്ദേശം കേൾക്കുന്നവനുണ്ടെങ്കിൽ ആമേ നിന്റെ വിഷയത്തിന്റെ മറുപടി വെളിപ്പെടുകയാ. സ്തോത്രം. വർഷത്തിൽ 16 പേര് ആരാധിക്കുന്ന സ്ഥലത്ത് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധന വെളിപ്പെടുമ്പോൾ ആരാധന റൂമിന്റെ സൈഡ് വഴി പാരമ്പര്യ പള്ളിയിലുള്ളവർ കൊണ്ട് മാലപ്പടക്കവും മുക്കുപടക്കും ആമേൻ കമ്പും വെടിക്കെട്ടും കൊണ്ട് വരിവരിയായി ലൈനായി കെട്ടി ആമേൻ ഇവിടത്തെ ആരാധനയെ പൊളിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ പള്ളിക്കകത്തിരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന BMW കാർ, ഇന്നലെ വരെ കണ്ടില്ലാത്ത കാറുകൾ ഗ്രൗണ്ടിൽ കിടക്കുമ്പോൾ
അതിൽ നിന്ന് ഓരോ എണ്ണത്തിനെ ദൈവം അവനെ പിടിച്ചിറക്കി നേരെ മർക്കോസിന്റെ അരമനയ്ക്കകത്ത് കൊണ്ട് കയറ്റി കൊടുത്തു. സ്വത്രം. അവരങ്ങോട്ട് ആരാധിച്ചു തുടങ്ങിയപ്പോൾ പള്ളിക്കാർക്ക് കാര്യം പിടിട്ടി. മർക്കോസിനെ കുടുംബത്തെ ഇങ്ങനെ വിട്ട കളി നടക്കത്തില്ല. ഇവന്റെ ആരാധനയെ പൂട്ടണം. ഇവന്റെ ആരാധനയുടെ അന്തരീക്ഷം മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് കമ്പവും മാലപ്പടക്കും പൊട്ടിക്കണം. അവൻ മാലപ്പടക്കും കമ്പവും പൊട്ടിച്ച് ഇവന്റെ ആരാധനയെ നമുക്ക് പൊളിക്കാം. സ്തോത്രം പറ. ആരാധനയെ പൊളിക്കുവാനായിട്ട് പലരും അവിടെ ആഗ്രഹിച്ചു. ഇപ്പൊ വന്ന് 119 പേര് അകത്ത് കയറി. അവസാനം കണ്ണാടിക്കൂട്ടിനകത്തുനിന്ന് ഒരു അമ്മാമ എഴുന്നേറ്റ് വന്നു. 120ാമത്തെ ആളിന്റെ പേരാണ് ആരാ? മറിയ. ഈ ഇറങ്ങിപ്പോയവർ എവിടെ ചെന്ന് കയറിയെന്ന് നോക്കാൻ വന്നതാ. പുറകെ നിന്ന ദൂതൻ തൂക്കിയെടുത്ത് മർക്കോസിന്റെ റൂമിലിട്ട് കൊടുത്തു. സ്തോത്രം. 120 പേരായി ആരാധന ചലിക്കാൻ തുടങ്ങി. അപ്പുറത്ത് മാലപ്പടക്ക് കമ്പവും ആമെ പൊട്ടിക്കുമ്പോൾ ഇവിടെ കൈയടിച്ച് ആരാധന തുടങ്ങിയപ്പോൾ സ്വർഗം തമ്പേറടിക്കാൻ തുടങ്ങി. സ്വർഗം താവളം ആടിക്കാൻ തുടങ്ങി. അവർ ഇരുന്ന ഇടം അങ്ങോട്ട് കുലുങ്ങാൻ തുടങ്ങി. അവർ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയെന്ന്. ആമെ ചലിക്കാത്തത് ഇതിനകത്തുണ്ടെങ്കിൽ കരമടിച്ചൊന്ന് ആരാധിക്കേ. ഇന്ന് പകൽ നിന്റെ ശരീരത്തിലുള്ള സകല കേടുപാടുകൾ ഇന്ന് പകലിൽ അടിയാൻ പോകുകയാ. കൊണ്ടുവന്ന ടെൻഷൻ മാറട്ടെ, നടുവേദനകൾ മാറട്ടെ, രോഗത്തിന്റെ ശക്തികൾ അടിയട്ടെ. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. ഹലോ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അങ്ങ് ഇറങ്ങി. ആമേൻ. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ പരിശുദ്ധാത്മാവ് ചില ക്രിയകൾ ചെയ്യും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ക്രിയകൾ എന്നാണെന്നറിയോ? 1-2 അടയാളങ്ങൾ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം ആമേൻ സ്തോത്രം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അവിടെ അകത്ത് ഒരു വെളിച്ചം പ്രകാശിച്ചു. അവർ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കാം എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഒന്ന് സ്വത്രം പറഞ്ഞേ. തലയറക്കാൻ കൊണ്ടിട്ടിരിക്കുക, തലയറക്കാൻ കൊണ്ടിട്ടിരിക്കുക. മനസ്സിലായോ? ഒരുത്തൻ്റെ തലയറുത്ത് കൊട്ടാരം മൊത്തം സന്തോഷിച്ചു. അടുത്ത 2ാമത്തവനെ പൊക്കിക്കൊണ്ട് വന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാള് കാരണം അടുത്ത സമയത്തേക്ക് തലയറുപ്പ് മാറ്റിവെച്ചു. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന തുടങ്ങിയെന്ന്. ഒറ്റ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന. മനസ്സിലായില്ലേ? എന്താ ഒറ്റ വിഷയം? ഞങ്ങളെ സഭാ പാസ്റ്ററായ പത്രോസിനെ വിടുവിക്കണമേ, വിടുവിക്കണമേ. സഭ ശ്രദ്ധയോടെ പുറത്ത് പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? സഭ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എത്ര സമയം പ്രാർത്ഥിച്ചു? മറുപടി വരുന്നത് വരെ. പറയാൻ പറ്റോ? എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ വരുന്നത് വരെ, എൻ്റെ ഭർത്താവ് മടങ്ങി എൻ്റെ അടുക്കൽ വരുന്നത് വരെ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ തലമുറ എൻ്റെ വീട്ടിൽ തിരിച്ചു കയറി വരുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. ആതുറന്ന് പറ, പിശാച് കേൾക്കട്ടെ. ആമേൻ. കള്ള സാക്ഷ്യം പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് നിന്റെ നന്മയെ ഒതുക്കിയിട്ടിരിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊളിയും, പൊളിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ ദൈവം ആരാ? പാപികൾക്ക് വേണ്ടി ഇറങ്ങി വന്നവൻ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവം. ഒരുപക്ഷെ നിന്റെ തലമുറ ഒരു പാപിയായിരിക്കാം, പക്ഷെ ഈ ദൂത് ഒരുപക്ഷെ അവന് വേണ്ടിയായിരിക്കാം. ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്റെ തലമുറ മാനസാന്തരപ്പെട്ടാത്ത വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ മാനസാന്തരപ്പെട്ടിട്ട് പിന്മാറ്റത്തിൽ പോയവനായിരിക്കാം. ഇന്ന് പകൽ അവൻ ഇരിക്കുന്ന ഇടത്ത്, അവൻ കിടക്കുന്ന ഇടത്ത് ദൂതൻ ഇറങ്ങും. അവന്റെ വിലാപ്പുറത്ത് തട്ടും, അവന്റെ വിലാപ്പുറത്ത് തട്ടും. വേഗം എഴുന്നേൽക്ക എന്ന് യേശു അയച്ച ദൂതൻ പറയൂ. ഞാൻ ആത്മാവിൽ പറയാ, ദൈവത്തിന്റെ ഗബ്രിയേൽമാർ ഇറങ്ങട്ടെ,
ദൈവത്തിന്റെ മിഖായേൽമാർ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ അപ്പനായൽമാർ ഇറങ്ങട്ടെ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഒരുത്തന്റെ തലയാറത്ത് കൊട്ടാരം മൊത്തം സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അങ്ങ് അടുത്തവന്റെ തലയറുക്കാൻ ഭാവിച്ച് നന്നാല് ചേവകരുള്ള അകത്തെ മുറിക്കകത്ത് പത്രോസിനെ കിടത്തി. കൃപ പ്രാപിച്ചവന്റെ അകത്ത് പേടിയുടെ ആത്മാവല്ല, ഭയത്തിന്റെ ആത്മാവല്ല. അവൻ ആ ചേവകരുടെ നടുവിൽ, ആമേ മനസ്സിലായില്ലേ? ആമേ സ്തോത്ര. ആമേ ആ രാജ അവന്റെ പട്ടാളത്തുകാർ പീരങ്കിയുമായി പിടിച്ച് പത്രോസിന്റെ മുഖം നോക്കി കജകജാന്ന് വെടിവെച്ച് ചലിച്ചാൽ വെടിവെക്കുവാൻ ഭാവത്തിൽ പീരങ്കി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ നടുവിൽ കൃപ ഉള്ളവൻ ഉറങ്ങിയെന്ന്. നിന്റെ മുമ്പിൽ ചില ശക്തികൾ എഴുന്നേറ്റ് നിന്ന് നിനക്കെതിരെ വീരവാദം പറയോ. അവനെ നീ സറണ്ടർ ചെയ്യണം, അവനെ ബ്ലോക്ക് ചെയ്യണം. എടാ, ഞാൻ യേശുവിന്റെ മകളാടാ, ഞാൻ യേശുവിന്റെ മകനാടാ. എന്റെ മറുപടി ഇരിക്കുന്ന ഇടത്ത് ആമേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവാടാ. എന്റെ കുഞ്ഞ് മടങ്ങി വരാൻ പോവാടാ. എന്റെ ഭർത്താവ് മടങ്ങി വരാൻ പോവാ. സ്തോത്രം പറഞ്ഞേ. എവിടെ തട്ടി? എഴുന്നേറ്റ്. എല്ലാവരുടെയും തല അറക്കാൻ പറ്റത്തില്ല സാത്താനെ. കാരണം പുറകിലൊരു പ്രയർ നടന്നുകൊണ്ടിരിക്കുക. ആര് പ്രാർത്ഥിച്ചു? സഭ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? എത്ര സമയം പ്രാർത്ഥിച്ചു? പത്രോസ് പുറത്തു വരുന്നത് വരെ, ആമേ മറുപടി വരുന്നത് വരെ പ്രാർത്ഥിക്കണം. ആമേ യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ കുറ്റം പറഞ്ഞ്, നിനക്കെതിരെ ഫൈറ്റ് ചെയ്ത്, നിനക്കെതിരെ മറഞ്ഞിരിക്കുന്ന ദേശത്തിൻ്റെ ദുഷ്ടവ്യാപാരത്തെ ഞാൻ ഈ വചനം കൊണ്ട് അവനെ ബന്ധിക്കുകയാ. കാരണം എൻ്റെ ജനത്തിൻ്റെ മറുപടി ഈ യോഗത്തിനകത്ത് ഇറങ്ങി വരട്ടെ, ഈ ഫാസ്റ്റിംഗ് പ്രയർ ഇറങ്ങി വരട്ടെ. നീ നാളുകൾ കൊണ്ട് കരഞ്ഞു ഒഴുകിയ കണ്ണുനീരിൻ്റെ മറുപടി ഇന്ന് പകൽ വെളിപ്പെടും. പീരങ്കി പിടിച്ചവൻ പീരങ്കി പിടിച്ച് ആ ഹോളിനകത്ത് നിൽക്കുമ്പോൾ അവൻ ദൂതൻ പറഞ്ഞ്, എഴുന്നേൽക്കട പത്രോസേ, നമുക്ക് പുറത്തു പോകാൻ പോവാ. പത്രോസ് അവന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ ഒന്നാം കാവല് ആമേൻ തുറന്നു സ്വതവേ. പിന്നെ പട്ടണവാതിൽ, ആനയെ കൊണ്ട് അടയ്ക്കുന്ന ഒരു ഗേറ്റുണ്ട്, ഇരുമ്പ് വാതിൽ. സ്തോത്രം. അത് അവർക്ക് സ്വതവേ തുറന്നു കൊടുത്തു. കൃപ പ്രാപിച്ചവൾ, പ്രാർത്ഥന ഉള്ളവർ പ്രാർത്ഥിച്ചാൽ മതി. നീ ഒന്നുകൊണ്ടും ആശങ്കപ്പെടണ്ട. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി 2025 അവസാനിക്കുന്നതിന് മുമ്പ്, അടുത്ത 2 മാസം നിന്നെ വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് അനേകരുടെ മറുപടി നിന്റെ ഭവനത്തിൽ, നിന്റെ പുരക്കകത്ത് വന്നു നിൽക്കും. യെസ്. നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സുകൾ, നഷ്ടപ്പെട്ടു പോയ മക്കൾ, ഇറങ്ങിപ്പോയ തലമുറ, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന മക്കൾ, ഭർത്താക്കന്മാർ, ഈ ദിവസങ്ങളിൽ മടങ്ങി വരാ, മടങ്ങി വാ. അപ്പോസ്തലപ്രവൃത്തി 2:1 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഹലോ, ഒരു വിടുതൽ നടക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കണം? ഒരുമിച്ചിരിക്കണം. ഇന്ന് അനേക ഇടങ്ങളിൽ ഒരു മനസ്സില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വടശ്ശേരിക്കര ചിറ്റാറിലായിരുന്നു. ആമേ സ്തോത്രം. പക്ഷെ അവിടെ ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആ സഭയിലെ ദൈവദാസനെ അംഗീകരിച്ചേ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഒരു വിടുതലിന് വേണ്ടി ഒരു ദൈവദാസൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നു. ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെങ്കിൽ ചില ദൈവദാസന്മാർ തടസ്സമാണ്. എവിടെ ദൈവദാസൻ, നിങ്ങൾ ആരെ വേണോ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതെല്ലാവർക്കും അങ്ങനെ ഒരു വെളിപ്പാടും കാഴ്ചപ്പാടും ഇല്ല.
സ്തോത്രം. ആ ദൈവദാസനെ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഹല്ലേലൂയ, ദൈവം അയക്കപ്പെട്ട ചില ദൈവദാസന്മാരുണ്ട്. കാരണം ദൈവം അവിടെ എത്തിക്കും. സ്തോത്രം. എന്ന് വെച്ചാൽ വർഷങ്ങളായി നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ച പിശാചിന്റെ മടക്കകത്ത് ഒരു സെക്കൻഡ് മതി. ഹല്ലേലൂയ. ദൈവം അയക്കപ്പെട്ടവൻ കേറി ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ ആ കെട്ടിനെ ദൈവം അടിച്ചു മാറ്റും. ആമേൻ. നിന്റെ മറുപടി നിന്റെ വീട്ടിനകത്ത് വന്നു നിൽക്കും. പെട്ടെന്നൊരു കൊടിയ കാറ്റടിച്ചതുപോലെ ആമേൻ സ്തോത്രം, അവർ ഒരുമിച്ചിരുന്ന സ്ഥലം നിറയാൻ തുടങ്ങി. ഹലോ, ചിലർ ഇവിടെ വെച്ച് നിറയാൻ പോവാ. ആമേ, നീ ചിന്തിക്കാത്ത ചില മണ്ഡലങ്ങളിൽ ആമേ ഹാല് നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഇടത്ത് ഈ ദൈവിക വചനത്തിന്റെ വിടുതൽ വ്യാപരിക്കാൻ പോവുക. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. ചിലർ ചിന്തിക്കാത്ത ഇടങ്ങളിൽ ആമേ ഹാല് നിനക്ക് കൈനീട്ടി എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഇടത്ത് ഈ വചനത്തിന്റെ വെളിപ്പാട് കയറി ചെല്ലുകയാ. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. ആമേ. അത് നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ വീട്ടിനകത്ത്, ആമേ നീ ഇരിക്കുന്ന ഇടത്ത് ഈ സ്ഥലത്ത് ഒഴുകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരുന്ന് കരയുന്ന ദൈവമക്കളെ, ഒരൊറ്റ വെളിപ്പാട് പറയാം. നീ കണ്ണുനീരൊഴുകി ഭാരപ്പെട്ട ചില വിഷയത്തിന്റെ മറുപടി ഈ വർഷം കഴിയുന്നതിനു മുമ്പ് നിന്റെ കൺമുമ്പിൽ ദൈവം അത് കാണിച്ചു തരും. കൺമുമ്പിൽ. ആമേ സിസ്റ്ററെ, ആമേ സ്തോത്ര. നിന്നെ എനിക്ക് മുമ്പേ പ്രസംഗിച്ച ദൈവദാസന് അറിയത്തില്ല. പക്ഷെ നിന്റെ അവസ്ഥ മനുഷ്യന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. കാരണം നിന്റെ വിടുതലിന് തടസ്സമായ ചില തടസ്സങ്ങൾ ദൈവം നിന്റെ മുന്നിൽ നിന്ന് മാറ്റി നിന്റെ കരച്ചിലിൻ്റെ മറുപടി ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ വർഷങ്ങൾ കൊണ്ട് കരയുന്ന വിഷയത്തിൻ്റെ മറുപടി ചില കുടുംബങ്ങളിൽ ആമേ ഹല്ലേലൂയ ഞാൻ പറയാ, ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതാ. എന്താ ഇടപെട്ടേ? നീ നിലനിൽക്കത്തില്ല, നീ തകർന്നു പോകും, നന്മ കിട്ടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിനക്ക് തലമുറയെ തരാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും കരമടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഇവക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചില രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ആമേൻ. നിർജീവമാക്കി വെച്ചിരിക്കുന്ന ചില അവയവങ്ങളെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ നിറയട്ടെ, 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 നിറയട്ടെ. ആത്മസാന്നിധ്യം ഇവിടെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ആര് കൂടിയാണോ നിന്റെ വിടുതലിനെ പിശാച് അടച്ചത്, ഇന്ന് പകൽ യഫദ 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 യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ 13 വർഷം മറുപടി ഇല്ലാതിരിക്കുന്ന വിഷയം 2025 ദൈവം തുറക്കട്ടെ. ഇതൊരടയാളമാ. ഇവളൊരമ്മയായി മാറട്ടെ. സഹോദരി, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. എലീശായുടെ നാവിൽ കൂടി യജമാനന്റെ വാക്ക്, രാജാവിൻ്റെ വാക്ക്, യജമാനൻ ആമേൻ ആ ശൂന്യൻ ദേശത്തിലെ ശൂന്യൻകാരത്തിയോട് ആമേ വെളിപ്പെടുത്തിയെങ്കിൽ ഞാൻ ആത്മാവിൽ നിന്നോട് പറയുന്നു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. ഇത് വൃഥാവായി പറയുന്നതല്ല. ആമേൻ. ഇന്ന് പകൽ സഭയുടെ മുൻപാകെ ദൂതന്മാരെ സാക്ഷി നിർത്തി ദൈവം എനിക്ക് നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഇതൊരു അടയാളമായി മാറട്ടെ. ഇതൊരു വിടുതൽ നടക്കട്ടെ. നിന്റെ മുന്നിൽ തടസ്സപ്പെടുത്തുന്ന ചില മന്ത്രവാദ ശക്തികളും പാരമ്പര്യ ശക്തികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവമോ
മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്ത് എഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവം അറിയാതെ ഒന്നും നിന്റെ കുടുംബത്തിൽ സംഭവിക്കത്തില്ല. നുറുങ്ങി കലങ്ങിയ ഒരു ഹൃദയം, എല്ലാം സഹിക്കാനൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഹോള് വിട്ട് ഇറങ്ങുന്നൊരു വിടുതൽ കൊണ്ടാ. ഞാൻ പ്രാരംഭത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചു, നീ മുട്ടുമടക്കിയ ഇടത്ത്, ഇന്ന് നീ ആരാധിച്ച ഇടത്ത് നിന്റെ മറുപടിയെ ദൈവം എത്തിച്ചു കഴിഞ്ഞു. കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തോ, കരമടിച്ച് കർത്താവിന് സ്വതന്ത്രം ചെയ്തേ. ഹല്ലേലൂയ. അവൻ നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച സകല പോരുകൾ ഇന്ന് പകൽ അടിയാൻ പോവുകയാ. ഹലോ, ആരൊക്കെയോ പറഞ്ഞോ ഇനി നിലനിൽക്കത്തില്ല, ഇനി ഒരു വിടുതൽ ഉണ്ടാകത്തില്ല. ആമെ ഹല്ലേല കരച്ചില് മാത്രമേ ഉള്ളൂ. ഇല്ലെന്ന് ദൂത് നിന്റെ ചെവിയിൽ വന്നെങ്കിൽ, ഹലോ ആമെ ആലോചന നിന്നെ കേൾപ്പിച്ചെങ്കിൽ അതൊരിക്കലും ഭംഗമായി തീരത്തില്ല. 100% അത് പൂർത്തീകരണത്തിലേക്ക് നിറവേറാൻ പോവുകയാ. ഞാൻ ആത്മാവിൽ പറയുകയാച്ചാ, ആവേ നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട ഇന്ന് ദൂത് പോയത് ആവേ പരിശുദ്ധാത്മാവ് പറയുകയാ. ആരൊക്കെ പുറകിൽ നിന്ന് ചില കുരുക്കിലിട്ട് കുരുക്കി കൊടുത്തോ, കുരുക്കി കൊടുത്തവനെ ദൈവ ന്യായാസനത്തിന്റെ കീഴിൽ കൊണ്ടുവരും. അവന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ നിന്റെ കുടുംബമായി കണക്ട് ചെയ്ത ചില വ്യക്തികൾ, ഇന്ന് മുഖം കൊണ്ട് ചിരിച്ചു കാണിച്ച ചില വ്യക്തികൾ, അവൻ നിനക്കെതിരെ ഹല്ലേലൂയ മാറി പിരിഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. പരിഹസിച്ചവരും നിന്ദിച്ചവരുടെ ഇടയിൽ നിന്റെ കരച്ചിന്റെ മറുപടി വെളിപ്പെടും. ദൈവമോ മരണവാസങ്ങളെ അടിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് മരണം അവന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. പിടികിട്ടിയോ? ആർക്കും അവനെ പിടിച്ചവിടെ വെക്കാൻ പറ്റത്തില്ല. ആ ചരട് പൊട്ടുമച്ച, ആ കയറ് പൊട്ടു, പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. നിന്റെ തലമുറയെ കെട്ടി വരിഞ്ഞിട്ടിരിക്കുന്ന ഇടത്ത് ആ കെട്ടുകളെ പൊട്ടിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് സേവകാത്മാക്കളുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് ചാടി എഴുന്നേറ്റ് നുകത്തിന്റെ കീഴിൽ ഇരിക്കുവാൻ, നിന്നെ കെട്ടിയിട്ട ഈ മണ്ഡലത്തിൽ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നിന്റെ മരണപാശങ്ങളെ ദൈവം അടിച്ചിരിക്കുകയാ. ഉറപ്പുള്ളവർ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. ഓ, വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ലവരെ, നിനക്കായി കരുതും അവൻ നല്ലവരെ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും. എന്റെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വരയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, രോഗങ്ങളാൽ നീ വരയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, അടിപ്പിണരാലവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടൂ. അടിപ്പിണരാലവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. എല്ലാരും മുന്നോട്ട് വന്നേ, എല്ലാരും മുന്നോട്ട് വന്നേ. അവൻ നല്ലോ, എല്ലാരും മുന്നോട്ട് കയറി വന്നേ. നിനക്കായി കരുതോ അവൻ നല്ലോ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു കണ്ണുനീരവൻ തുടയ്ക്കും.
എല്ലാവരും കരമടിച്ച് ദൈവസേനയിൽ ആരാധിച്ച് വാക്കു പറഞ്ഞവൻ മാറുകില്ല. നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുവേ, വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിടുവേ, വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല. കരുതും അവൻ നല്ല യോഗേ. എല്ലാവരും കരമടിച്ച് അന്യഭാഷകളിൽ കർത്താവിനെ ഒന്നുകൂടി ആരാധിച്ച് ദൈവമോ മരണഭാഷകളെ അടിച്ചിട്ട് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്നു പകൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ അടിച്ചുവിട്ട ചില പ്രതിസന്ധികളെ അവ ഇന്ന് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ ചില കുടുംബങ്ങളിൽ നിന്ന് അത് അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയോ. ശക്തമായി കരമടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക തീ നിന്റെ മേൽ തൊടുന്നു, 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 തൊടുന്നു. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, 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 തീ. തൊടട്ടെ, 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 തൊടട്ടെ. ഓ റാബാ ഷാതാ ലാബാ റാബാ. നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ പെയിനും, നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ പെയിനും, നിന്റെ നടുവേദനകൾ വരെ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു, അടിയുന്നു, 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 അടിയുന്നു. രോഗികളുടെ മേൽ കൈതൊട്ടാൽ സൗഖ്യം. ഓ റബാഷകാലബാറബാജുഡാബലാഗസ്തേ ഹസ്തകരാജര വൈഡേ വൈഡവരാജരഗസ്തേ ഹസ്തകരാജര വൈഡവരാജര ചൂടവനന്തേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ മൈറ്റി പവർ, 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 പവർ. ആമേ. എല്ലാ ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. ശത്രുവിന്റെ എല്ലാ പോരുകളും യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, 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 അടിയട്ടെ. നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഇന്ന് പകൽക്കാലം ദൈവം അയക്കുകയാ. ആമേ. സഹോദരി, ഞാൻ അനേക ദിനരാത്രങ്ങൾ ഉറങ്ങാൻ പോലും കഴിയാതെ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തി നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. ഓ ഹസ്തകരാജര വൈഡേ വൈഡവരാജരഗസ്തേ ഹസ്തകരാജര വൈഡവരാജരഗസ്തകരാജര. ഹല്ലേലൂയ. കർത്താവേ, തൊണ്ടയെ വരിഞ്ഞു കെട്ടുന്ന മണ്ഡലങ്ങൾ, പ്രാർത്ഥിച്ച് കയറാൻ കഴിയാത്ത രീതിയിൽ എതിർ പ്രാർത്ഥനയുടെ ഭൂരികൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, 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 അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾ ഒരു നിമിഷം കരമടിച്ച് ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായ യേശുവേ നന്ദി പറയുന്നു. അപ്പാ, ഒരു ശ്രുതിയുള്ള ആരാധന, ഒരു രക്ഷയുള്ള ആരാധന, ഒരു വിടുതലിന്റെ ആരാധന, ഒരു ഉയർപ്പിന്റെ ആരാധന ദൈവം ഇന്ന് പകൽക്കാലം ദൈവമേ ദൈവത്തിന് നൽകിയ എല്ലാ കൃപകൾക്കായി നന്ദി പറയുന്നു. അപ്പാ, ആസന ബലപ്പെടുത്തിയുള്ള നന്ദി പറയുന്നു കർത്താവേ. മരണബന്ധന തേഴിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഇതുവല്ലാത്തൊരു മരണങ്ങളും കർത്താവേ ഒരു കുടുംബത്തിലും ആഞ്ഞടിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, കാകളം ധനിക്കാൻ താമസിച്ച ഇതിലുപരി വരുന്ന ആഴ്ചകളിൽ ദൈവത്തെ ആരാധിപ്പാ ഒരുക്കണമേ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവേ ദൈവസാന്നിധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വിട്ടുപോയ വിശുദ്ധന്മാരും പരിശുദ്ധ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടിപതറിനെ അനുഗ്രഹിച്ചുള്ള ദൈവം എല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരിശുദ്ധ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിനെ ആമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇന്നും എന്നേക്കും കാലാവസ്ഥ കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരയണമേ.